യേശു നിന്നെ വിളിക്കുന്നു. എന്താ പേടി തോന്നുന്നുണ്ടോ? പേടിക്കണ്ട. ചില ലളിതമായ കാര്യങ്ങൾ ഇത് സംബന്ധിച്ച് ഞാൻ നിങ്ങളോട് പറയട്ടെ. യേശു നിങ്ങളെ വിളിക്കുന്നു, അല്ലെ എന്നെ വിളിക്കുന്നു എന്ന് കേരളത്തിൻ്റെ അല്ലെങ്കിൽ തമിഴ്നാടിൻ്റെ പശ്ചാത്തലത്തിൽ പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് ബ്രദർ ദിനകരനെയാണ്. ജീസസ് കോൾസ് മിനിസ്ട്രി. ഇത് വളരെ വിജയകരമായി വളർത്തിയെടുത്തു. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. എന്നാൽ ഇത് ദൂരെ നിന്ന് കണ്ട ഒരു വ്യക്തി എന്ന നിലയിൽ എൻ്റെ മനസ്സിലുണ്ടാകുന്ന ഉദിക്കുന്ന ചോദ്യം, യേശു വിളിക്കുന്നു എന്ന ആശയത്തെ ഏത് വിധത്തിൽ മനസ്സിലാക്കിയിട്ടാണ് ഇങ്ങനെ ഒരു മിനിസ്ട്രി ആവിഷ്കരിച്ചത്? ഞാൻ ബ്രദർ ദിനകരനെ വിമർശിക്കാനായിട്ടോ കൊച്ചാക്കാനായിട്ടോ പറയുന്നതല്ല. നാം ചിന്തിക്കണം എന്ന് മാത്രം പറയാനാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയുന്നതിൻ്റെ പശ്ചാത്തലം ഒരുക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഞാൻ സാന്ദർഭികമായ ഒരു പരാമർശം ഇവിടെ നടത്തുന്നത്. ഒരു കാര്യം വളരെ വ്യക്തമാണ്. അത് ബ്രദർ ദിനകരൻ വളരെ വളരെ കൃത്യമായി ആ ആശയം, ആ യാഥാർത്ഥ്യം ഉപയോഗപ്പെടുത്തി. അതായത് നമ്മുടെ ഓരോരുത്തരുടെയും വിശ്വാസ ജീവിതം ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മെ ഓരോരുത്തരെയും യേശു വ്യക്തിപരമായി വിളിച്ചിട്ടാണ്. അല്ലാതെ ഏതോ ഒരു കുടുംബത്തിൽ പിറന്നു വീണതുകൊണ്ട്, രണ്ട് ക്രിസ്ത്യാനികളുടെ മകനായിട്ടോ മകളായോ ജനിച്ചത് കൊണ്ട് നാം വിശ്വാസിയാകുന്നില്ല എന്ന യാഥാർത്ഥ്യമാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇന്ന് നമ്മുടെ ഇടയിൽ സ്ഥിതി ചെയ്യുന്ന വളരെ അപഹാസ്യമർഹിക്കുന്ന ഒരു അനുമാനം, ഒരു സങ്കല്പം, എനിക്ക് ഇന്ന സഭയിൽ അംഗത്വമുണ്ട്, അതുകൊണ്ട് ഞാൻ ക്രിസ്ത്യാനിയാണ്, ഞാൻ വിശ്വാസിയാണ്, സഭയുടെ ആചാരങ്ങളെ അനുഷ്ഠിക്കുന്നുണ്ട്, സഭയുടെ അച്ചടക്കം പാലിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ വിശ്വാസിയാണ് എന്ന ഒരു ധാരണയാണ്. നാം 4 സുവിശേഷങ്ങൾ അല്പമൊന്ന് പരിഗണിക്കുമെങ്കിൽ നിങ്ങൾ ഒരു മർമ്മം പെട്ടെന്ന് തിരിച്ചറിയും. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു മർമ്മമാണ്. യേശു കൂട്ടമായി ആരെയും വിളിച്ചില്ല. വലിയ പുരുഷാരത്തെ ഉത്ബോധിപ്പിച്ചു, സത്യം തന്നെ. പുരുഷാരത്തിന് ആഹാരം കൊടുത്തു, അവരെ പോഷിപ്പിച്ചു, സത്യം തന്നെ. പക്ഷേ വിശ്വാസ ജീവിതത്തിലേക്കുള്ള ആഹ്വാനം എവിടെയൊക്കെ നടത്തിയിട്ടുണ്ടോ അതെല്ലാം വ്യക്തിപരമാണ് എന്ന് മനസ്സിലാക്കുക. അതിൻ്റെ ഒരു ഉദാഹരണം ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 57-ാം വാക്യം മുതൽ യേശു 3 പേരെ ശിഷ്യന്മാരായി ക്ഷണിക്കുന്ന ആ ചിത്രീകരണം അവിടെയുണ്ട്. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, സമയത്തിൻ്റെ പരിമിതിയുണ്ട്. അവിടെയും വ്യക്തികളെയാണ് വിളിക്കുന്നത്. യേശു തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ആരംഭത്തിൽ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തത് വ്യക്തിപരമായി, ഓരോരുത്തരോടും വ്യക്തിപരമായി ഇടപെട്ടിട്ട് വ്യക്തികളായിട്ടാണ് അവരെ ആഹ്വാനം ചെയ്തത്. ഒരു കൂട്ടമായിട്ട് യേശു ആരെയും ആഹ്വാനം ചെയ്തിട്ടില്ല എന്നത് വളരെ വ്യക്തമാണ്. അതിൻ്റെ പ്രത്യേകത തന്നെ നാം ശ്രദ്ധിക്കേണ്ടതാണ്. അതിൻ്റെ കാരണം എന്താണ് എന്ന് സൂചിപ്പിച്ച് ഇത് നമ്മുടെ ജീവിതത്തോട് എത്രമാത്രം പ്രസക്തമായ അർത്ഥവത്തായി സ്ഥിതി ചെയ്യുന്നു എന്നുകൂടെ അല്പം ചിന്തിക്കുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. യേശു വ്യക്തികളെയാണ് വിളിച്ചത്, കൂട്ടങ്ങളെ അല്ല. യേശു വിളിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കറിയാം, മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ യേശു തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ പ്രഘോഷണം ആരംഭിക്കുന്നത് ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവീൻ. മാനസാന്തരം വ്യക്തികളുടെ അനുഭവമാണ്. ഓരോ വ്യക്തിയുമാണ് മാനസാന്തരപ്പെടേണ്ടത്. ഓരോ വ്യക്തിയുമാണ് തീരുമാനിക്കേണ്ടത് ദൈവരാജ്യത്തിൽ പ്രവേശനം വേണമോ വേണ്ടയോ എന്നുള്ളത്. നാം വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം, യേശു വിഭാവന ചെയ്യുകയും സാക്ഷ്യപ്പെടുത്തുകയും ഈ ലോകത്തിൽ അനാവരണം ചെയ്യുകയും അല്ലെങ്കിൽ സ്ഥാപിക്കുകയും ചെയ്ത ദൈവരാജ്യം
മത സംവിധാനങ്ങളിൽ നിന്ന് തുലോം വ്യത്യസ്തമാണ്. കാലങ്ങൾ, നൂറ്റാണ്ടുകൾ കഴിഞ്ഞു പോയപ്പോൾ ഒരു വലിയ പ്രമാദമായ കള്ളം യേശുവിൻ്റെ പേരിൽ സ്ഥാപിച്ചെടുത്തു. അതായത് ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ സഭകളാണ്. എൻ്റെ സുഹൃത്തുക്കളെ, ഇതിനേക്കാൾ വലിയ കള്ളം, ഇതിനേക്കാൾ ഭീകരമായ അസത്യം മനുഷ്യബുദ്ധിക്ക് കണ്ടുപിടിക്കാൻ പ്രയാസമാണ്. നിങ്ങൾ 4 സുവിശേഷങ്ങൾ ശ്രദ്ധിച്ച് വായിക്കുമെങ്കിൽ മനസ്സിലാകും, യേശു ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന നല്ല ദൂത്, ഗുഡ് ന്യൂസ് ലോകത്തിന് നൽകുന്നത്, ജനങ്ങൾക്ക് നൽകുന്നത് മതപരമായ അവസ്ഥയിൽ, മതത്തിൻ്റെ ചട്ടക്കൂടിൽ ആണ്ടുപോയി മൃതപ്രായരായി കഴിയുന്ന ആളുകൾക്ക് ഒരു പുതിയ അവസ്ഥയിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടി, അവരപ്പോഴായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് തുലോം വ്യത്യസ്തമായൊരവസ്ഥയിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടിയാണ്. മതപരമായ അടിമത്വം കൊണ്ട്, മതസംവിധാനങ്ങളെ ആശ്രയിച്ച് അതിൻ്റെ ഇത്തിലുകളായി വ്യക്തികൾ ജീവിച്ചതുകൊണ്ട് എന്ത് സംഭവിച്ചു? ജനം നന്നേ വലഞ്ഞിരിക്കുന്നതായി യേശു കൊണ്ടു. അവർ ഇടയനില്ലാത്ത ആടുകളെ പോലെ ആയിരുന്നു. They were like sheep without a shepherd. മതത്തിൻ്റെ അവസ്ഥ, മതത്തിന് നമുക്ക് നൽകാൻ കഴിയുന്നത് മാത്രമാണ്. മതത്തിൻ്റെ ചട്ടക്കൂടിൽ ആരൊക്കെ ആയിരിക്കുന്നു അവരുടെ അവസ്ഥ ഇത് തന്നെയാണ്. വിശ്വാസികൾ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യം ഇതാണ്. ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒരു ഉദാഹരണം പറയാം. അനുഭവത്തിൽ കൂടെ ചിന്തിക്കുമ്പോൾ വ്യക്തത കൂടുതൽ പ്രാപിക്കാമെന്നതുകൊണ്ട്. നമുക്ക് കോവിഡ് എന്നൊരു മഹാമാരിയെ അഭിമുഖീകരിക്കേണ്ടി വന്നു. അതെന്നെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരവസരം കൂടെയായിരുന്നു. പല വിധത്തിൽ കോവിഡ് എനിക്ക് വലിയ അനുഗ്രഹം ചെയ്തു എന്നത് വളരെ വിനയത്തോടും സന്തോഷത്തോടും പറയാതിരിക്കാൻ വയ്യ. അതിലൊന്ന്, മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ്റെ അനുഭവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് അവന് നന്മ ചെയ്യാൻ, ഓരോ വ്യക്തിയുടെയും അനുഭവത്തിൻ്റെ പ്രത്യേകതകളെ കണക്കാക്കി അവന് പ്രയോജനമാകുന്ന വിധത്തിൽ അവനെ സഹായിപ്പാൻ, അവന് സഹായത്തിൻ്റെ കരമൊന്ന് നീട്ടാൻ, അവനിലേക്ക് നീട്ടാൻ, അവനല്പം ആശ്വാസം പകർന്നു കൊടുക്കാൻ, അവന് മുൻപോട്ട് പോകുവാൻ കൈത്താങ്ങായി പ്രവർത്തിക്കുവാൻ ശേഷിയുള്ള, കഴിവുള്ള, ധൈര്യമുള്ള ഒരു സഭയെയും നാം കണ്ടില്ല. കോവിഡ് വന്നതുകൊണ്ട് നമുക്ക് ഒരു വലിയ അവസരം ലഭിച്ചു. അതായത് ഈ വലിയ സംവിധാനങ്ങളൊക്കെ നാം കെട്ടിപ്പടുത്തു, വലിയ വലിയ സംഭാവനകൾ നൽകി, ത്യാഗബുദ്ധിയോടെ നാം പലതും സൃഷ്ടിച്ചു, വളരെ ആവേശത്തോടെ പല കാര്യങ്ങളും നമ്മളിപ്പോഴും സംരക്ഷിച്ചുകൊണ്ടും നിലനിർത്തിക്കൊണ്ടും വരുന്നു. പക്ഷേ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ പ്രത്യേകമായ അവസ്ഥയിൽ ഈ സംവിധാനം കൊണ്ട് ഒരു പ്രയോജനവുമില്ല എന്നത് നിങ്ങൾക്ക് അനുഭവത്തിലുണ്ടായി കാണും, നിങ്ങൾ അനുഭവിച്ച് കാണും എന്നത് എനിക്ക് വളരെ കൃത്യമാണ്. എൻ്റെ ഒരനുഭവം ഞാൻ പറയുമ്പോൾ, ഒന്നല്ല 1000 അനുഭവം, ഒന്ന് മാത്രം പറയട്ടെ. ഞാൻ ഔദ്യോഗിക വേദികളിൽ വലിയ പ്രയാസം അനുഭവിച്ചിട്ടുണ്ട്. അത് നിലവിലിരുന്ന രീതികൾ, താരിഫുകൾ, ലക്ഷ്യങ്ങൾക്ക് വ്യത്യസ്തമായി, വേണമെങ്കിൽ അതിൽ നിന്ന് വിരുദ്ധമായി പ്രവർത്തിക്കുവാൻ തീരുമാനിച്ചത് കൊണ്ടാണ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു സാഹചര്യം നിലനിൽക്കുന്നു, അത് അതുപോലെ തുടർന്നു കൊണ്ടുപോയാൽ നാം പ്രതികൂലങ്ങളോ പ്രതിസന്ധികളോ അനുഭവിക്കേണ്ടി വരികയില്ല. പക്ഷേ അതിന് മാറ്റം വരുത്തുവാൻ, അത് മാറ്റം വരുത്തുന്നതിന് വേണ്ടിയാണ് ദൈവം എന്നെ ആ ഒരു സാഹചര്യത്തിലേക്ക് വഴി നടത്തിയത് എന്ന പരിപൂർണമായ വിശ്വാസത്തിൽ അത് മാറ്റം വരുത്തുവാൻ ശ്രമിക്കുമ്പോൾ, തയ്യാറാകുമ്പോൾ വലിയ കൊടുങ്കാറ്റ് പോലെ പ്രതികൂലങ്ങൾ അടിക്കും എന്നത് യാഥാർത്ഥ്യമാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ അനുഭവിച്ച ഓരോ പ്രതിസന്ധികളിലും, ഞാൻ 9 വർഷം പ്രിൻസിപ്പളായിരുന്നു. ഈ 9 വർഷവും അനേക ഭീകരമായ പ്രതിസന്ധികൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്.
ഈ ഓരോ പ്രതിസന്ധിയിലും ഞാൻ ആലോചിച്ചിട്ടുണ്ട്. സഭകളിൽ നിന്ന് ഞാൻ മിക്കവാറും എല്ലാ സഭകളുമായിട്ട് എനിക്ക് ബന്ധമുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം, ഞാൻ 2 സഭകളോട് പ്രത്യേകമായ ബന്ധമുണ്ടായിരുന്നു. മാർത്തോമാ സഭ, 3 സഭകളോട്: മാർത്തോമാ സഭ, CNI സഭ, CSI സഭ. ഇവയിൽ നിന്നൊക്കെ പ്രാപിച്ച ഏതെങ്കിലും അറിവ്, ഏതെങ്കിലും പരിശീലനം, ഏതെങ്കിലും ഒരു തിരിച്ചറിവ്, പരിജ്ഞാനം കൊണ്ട് ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ എനിക്ക് പ്രയോജനമുണ്ടോ? സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഒരു കച്ചിത്തുരുമ്പിൻ്റെ പ്രയോജനം എനിക്കുണ്ടായില്ല. പക്ഷേ അത് ഞാൻ ഒരു പരാതിയായിട്ടല്ല പറയുന്നത്. ഞാനൊരു വാസ്തവം നിങ്ങളോട് പറയുന്നു. അതേസമയം ഞാൻ അനാഥനായിരുന്നില്ല, ഞാൻ നിസ്സഹായനായിരുന്നില്ല, ഞാൻ മണൽ കൊണ്ടുണ്ടാക്കിയ കോട്ട പോലെ തകർന്നു വീണില്ല. എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഞാൻ എപ്രകാരമാണ് ഇതിനെ കൈകാര്യം ചെയ്യേണ്ടത് എന്നത് വളരെ ആത്മാർത്ഥമായി അന്വേഷിപ്പാൻ എനിക്ക് ആവശ്യം വന്നു. ആ അന്വേഷണത്തിൽ ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു, എൻ്റെ കഴിഞ്ഞ കാല അനുഭവങ്ങൾ പോലും എനിക്ക് പ്രയോജനപ്പെട്ടിട്ടില്ല. കാരണം എന്താണ്? ഞാൻ ആയിരുന്ന അവസ്ഥകൾ, ഞാൻ അഭിമുഖീകരിച്ച പ്രശ്നങ്ങൾ, വെല്ലുവിളികൾ എല്ലാം നവീനമായിരുന്നു, പുതുതായിരുന്നു. ഈ പുതുതായ സാഹചര്യത്തെ, പുതുതായ സാഹസികതയെ, പുതുതായ വെല്ലുവിളിയെ പഴയതിൻ്റെ വെളിച്ചം കൊണ്ട്, പഴയതിൻ്റെ ബുദ്ധി കൊണ്ട്, പഴയതിൻ്റെ അനുഭവ പാഠവം കൊണ്ട് കൈകാര്യം ചെയ്യാൻ സാധ്യമല്ല. ഇവിടെ നാം പ്രത്യേകമായി മനസ്സിലാക്കേണ്ട ഒരു പ്രാവർത്തികമായ സത്യം, നാം സാധാരണ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? നമ്മളിങ്ങനെ ജീവിക്കുന്നതിൻ്റെ ഫലമായി പണ്ട് കാലത്ത് പലവിധമായ അവസ്ഥകളിൽ കൂടെ നാം കടന്നുപോയി. അത് നാം എപ്രകാരം കൈകാര്യം ചെയ്തു എന്നതിനെ ആസ്പദമാക്കി നാം ഒരു യാഥാർത്ഥ്യബോധം ആർജിക്കുന്നു. അത് കഴിഞ്ഞകാല സംഭവങ്ങൾ. അപ്പോൾ പുതുതായ ഒരു അനുഭവത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ നാം അതിനെ എങ്ങനെയാണ് കാണുന്നത്, മനസ്സിലാക്കുന്നത്, അതിനോട് ബന്ധം പുലർത്തുന്നത്, പ്രതികരിക്കുന്നത് കഴിഞ്ഞകാല അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ മാത്രമാണ്. അല്ലാതെ മറ്റൊന്നും നമ്മുടെ കയ്യിലില്ല, കഴിഞ്ഞകാല അനുഭവങ്ങൾ. എന്നാൽ നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥ തികച്ചും പുതിയതാണ് എങ്കിൽ, അതായത് കഴിഞ്ഞ കാലത്തെ അനുഭവങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ അനുഭവങ്ങളിലാണ് നിങ്ങളിപ്പോൾ ആയിരിക്കുന്നത് എങ്കിൽ, എങ്ങനെയാണ് ഈ കഴിഞ്ഞ കാല അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ നിങ്ങളുടെ പുതിയ അവസ്ഥയെ നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ ഒക്കുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈ യാഥാർത്ഥ്യം മനസ്സിൽ വെച്ചുകൊണ്ടാണ് യേശു പറയുന്നത്, ആരും പുതിയ തുണി പഴയ തുണിയോട് ചേർത്ത് തുന്നുകയില്ല, അല്ലെങ്കിൽ പുതിയ വീഞ്ഞ് പഴയ തുരുത്തിയിൽ വെക്കരുത് എന്ന് പറയുന്നതിൻ്റെ കാര്യം. അപ്പോൾ യേശു വിളിക്കുന്നു എന്ന് പറയുമ്പോൾ ബ്രദർ ദിനകരൻ അറിഞ്ഞ ആശയമല്ല. യേശു വിളിക്കുന്നു, അദ്ദേഹം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മിനിസ്ട്രിയിലോട്ട് ആളുകൾ വരണം, എവിടെ നിന്ന് കഴിയുന്നത്രയും ആളുകളെ ഇങ്ങോട്ട് ആകർഷിക്കുന്നു, എൻ്റെ അടുത്തേക്ക് വരുവീൻ എന്നർത്ഥത്തിലാണ്. എന്നാൽ ദൈവരാജ്യം ഈ ലോകത്തിൽ അനാവരണം ചെയ്ത യേശു ജനങ്ങളെ വിളിച്ചു. അവൻ വിളിക്കാനായിട്ട് വന്നവനാണ്. പക്ഷേ ആ വിളിക്കുമ്പോൾ ഓരോ വ്യക്തിയെയും ആ വ്യക്തിയുടെ അവസ്ഥയുടെ, വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകതയിൽ അവനെ സംബന്ധിച്ചിട്ടുള്ള ദൈവികമായ ആ ദർശനം, ഉദ്ദേശം, അവൻ്റെ ജീവിതത്തിൻ്റെ പുറകിൽ മറഞ്ഞിരിക്കുന്ന ദൗത്യം, ഇവയൊക്കെയും മനസ്സിലാക്കി, അല്ലെങ്കിൽ ഇതൊക്കെയും നിർവഹിക്കപ്പെടത്തക്കവണ്ണം അവൻ്റെ ജീവിതത്തിൻ്റെ ദിശയൊന്ന് മാറ്റുന്നതിന് വേണ്ടിയാണ് വിളിക്കുന്നത്. അങ്ങനെ പുതിയ ദിശയിലേക്ക് മാറ്റപ്പെടുന്ന വ്യക്തികൾക്ക് എങ്ങനെയാണ് പഴയകാല പഴഞ്ചൻ അനുഭവങ്ങൾ പ്രയോജനപ്പെടുന്നത്? എന്നാൽ നിങ്ങൾ പറയും, ഈ പഴയകാല അനുഭവങ്ങൾ അത് ഞങ്ങൾ മറന്നു കളയണമോ? ഭൗതികമായി പറഞ്ഞാൽ നമുക്ക് ലോകത്തിലെല്ലാവരും ആശ്രയിക്കുന്നത് ഭൂതകാല അനുഭവങ്ങളും, അത് നമ്മുടെ വ്യക്തിപരമായ അനുഭവങ്ങളും, നാം ഏത്
കൂട്ടത്തിൽ, സഭയിൽ, സമൂഹത്തിൽ, സംസ്കാരത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ ആകമാനമായ അനുഭവങ്ങളുടെയും വെളിച്ചത്തിലാണ്. ഭൗതികമായ കാര്യങ്ങൾ നാം കൈകാര്യം ചെയ്യുമ്പോൾ അത് നമുക്ക് വളരെ ആവശ്യമാണ്, വളരെ ഗുണം ചെയ്യും. അവ ശൂന്യമാണ് എന്ന് പറയുന്നത് വലിയ അപകടമാണ്. അതിനെപ്പറ്റിയല്ല നാം ചിന്തിക്കുന്നത്. നമ്മുടെ ഇടയിൽ സ്ഥിതി ചെയ്യുന്നൊരു വലിയ ചിന്താക്കുഴപ്പം എന്താണ്? ലോകത്തിൻ്റെ സങ്കല്പങ്ങളും സമീപനങ്ങളും മാനദണ്ഡങ്ങളും മാത്രം അനുസരിച്ചാണ് നാം ദൈവരാജ്യത്തിൻ്റെ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കുന്നത്. അങ്ങനെയല്ലേ അല്ല. അതുകൊണ്ടാണ് യേശുവിൻ്റെ പഠിപ്പീരുകൾ വളരെ വ്യത്യസ്തമായ, ഉദാഹരണമായിട്ട് ഭാഗ്യവചനങ്ങൾ, ബിയാറ്റിറ്റ്യൂഡ്സ് എന്ന് പറയും. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. ദാരിദ്ര്യവും ഭാഗ്യവും തമ്മിൽ എന്താണ് ബന്ധമെന്ന് ചോദിക്കണ്ടേ? അത് നമ്മുടെ കഴിഞ്ഞകാല അനുഭവങ്ങൾ കൊണ്ട് മനസ്സിലാക്കാൻ സാധ്യമല്ല. നീതിക്ക് വേണ്ടി വിശന്ന് ദാഹിക്കുന്നവൻ, ഇപ്പോൾ കരയുന്ന, ഇപ്പോൾ ദുഃഖിക്കുന്ന നിങ്ങൾ ഭാഗ്യവാന്മാർ. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ. ഈ ലോകം അതാണോ പഠിപ്പിച്ചിരിക്കുന്നത്? സൗമ്യതയുള്ളവർ മണ്ടന്മാരാണ്, ബലഹീനന്മാരാണ്, അവർ ഡോർമാറ്റാണ്, അവരുടെ തോളത്ത് ചവിട്ടി എനിക്ക് കയറാൻ ഒക്കും എന്ന് മാത്രമേ പഠിപ്പിച്ചിട്ടുള്ളൂ. എനിക്ക് വേണ്ടി കഷ്ടം സഹിക്കുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ സന്തോഷിക്കണം. ഇത് ഒരു പുതിയ അനുഭവമാണ്. പലപ്പോഴും ഈ യേശുവിൻ്റെ പഠിപ്പീരുകൾ പ്രാവർത്തികമല്ല, ഞങ്ങൾക്ക് സ്വീകാര്യമല്ല എന്ന ഒരു നിഗമനത്തിലേക്ക് വ്യക്തികൾ എത്തുന്നതിൻ്റെ കാര്യം, അവർ ഇവയെ സമീപിക്കുന്നത് കഴിഞ്ഞ കാല അനുഭവങ്ങളുടെ വെളിച്ചത്തിലും ഈ ലോകത്തിൻ്റെ വ്യവസ്ഥിതി എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെ മാത്രം പരിഗണിച്ചാണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ തീർച്ചയായും ഇത് യാതൊരു വിധത്തിലും സ്വീകരിക്കാവുന്നതല്ല. അപ്പോൾ യേശു നമ്മെ വിളിക്കുന്നു എന്ന് പറയുമ്പോൾ നാം ആദ്യമായി മനസ്സിലാക്കേണ്ടത്, നാം ഇതുവരെ ആയിരുന്ന അവസ്ഥയിൽ നിന്ന്, നാം ഇതുവരെ പാലിച്ചിരുന്ന കാഴ്ചപ്പാടിൽ നിന്ന്, നാം ഇതുവരെ ഏത് മർമ്മം അനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ചു എന്നതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി, തികച്ചും എ കംപ്ലീറ്റ് ബ്രേക്ക്. അതുകൊണ്ടാണ് പറയുന്നത്, ഒരു ക്രിസ്തുവിലായാൽ അവനൊരു പുതിയ സൃഷ്ടിയാണ് എന്ന് പറയും. ഈ പുതിയ സൃഷ്ടിയാണെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കേൾക്കാൻ കൊള്ളാം, പക്ഷേ അതിൻ്റെ അർത്ഥം ആർക്കും അറിയണ്ട. ഇപ്പോൾ നിക്കോദീമോസിനോട് യേശു പറഞ്ഞു, നീ വീണ്ടും ജനിക്കണം. അതിൻ്റെ ആവശ്യം എന്താണ്? അവൻ നല്ല വിദ്യാഭ്യാസമുള്ളവനാണ്, സമൂഹത്തിൽ തലയെടുപ്പുള്ളവനാണ്, മത നേതാവാണ്, നല്ലവനാണ്, പക്വതയുള്ളവനാണ്, അറിവും വിവേകവും ബുദ്ധിയും അനുഭവ പാഠവുമുള്ളവനാണ്. പിന്നെ എന്തിനാണ് അവൻ വീണ്ടും ജനിക്കുന്നത്? വീണ്ടും ജനിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കംപ്ലീറ്റ് ബ്രേക്ക്, പരിപൂർണമായ വ്യത്യാസം. ഇതുവരെ ഉണ്ടായിരുന്ന, നീ ഇതുവരെ വന്ന യാത്രയില്ലേ, നിൻ്റെ ഇതുവരെ ഉണ്ടായിരുന്ന ഡെവലപ്മെൻറ്റ്, അത് ഇന്ന് ഇവിടെ നിർത്തണം. നീ മറ്റൊരു അവസ്ഥയിലേക്ക് പ്രവേശിക്കണം എന്നല്ല എൻ്റെ അർത്ഥം. അതിൻ്റെ ആവശ്യം എന്താണ്? യേശു നമ്മെ വിളിക്കുന്നത് ഒരു പുതിയ അവസ്ഥയിലേക്കാണ്. അത് വ്യക്തമായി യേശു സൂചിപ്പിക്കുന്ന സാഹചര്യം നമുക്കറിയാം. മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 16, 17, 18 വാക്യങ്ങളിൽ യേശു ശിമോനെയും അവൻ്റെ സഹോദരനായ അന്ത്രയോസിനെയും വിളിക്കുമ്പോൾ അവരോട് എന്താണ് പറയുന്നത്? എന്നെ അനുഗമിപ്പീൻ. അതാണ് യേശുവിൻ്റെ വിളി. എന്നെ അനുഗമിപ്പീൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. ക്ലീൻ ബ്രേക്ക്. ഇതുവരെ മീൻ പിടിച്ച് നടന്ന നിങ്ങൾ അതിൽ നിന്ന് തുലോം വ്യത്യസ്തമായി യാതൊരു വിധത്തിലും താരതമ്യപ്പെടുത്താൻ കഴിയാത്ത, നിങ്ങൾ ഇതുവരെ അറിഞ്ഞ, പ്രയോഗിച്ച മർമ്മങ്ങൾ, യുക്തികൾ, സമീപന രീതികൾ, ഇവ മുഴുവനും അസ്ഥാനത്താകുകയാണ്. നിങ്ങളൊരു പുതിയ ആരംഭത്തിലേക്ക്, ഒരു പുതിയ അനുഭവത്തിലേക്ക് പ്രവേശിക്കും എന്നാണ് പറയുന്നത്. ആ അനുഭവത്തിൽ മനുഷ്യരെ പിടിക്കുന്ന ആ ഒരു പ്രത്യേകമായ അവസ്ഥയിൽ അവർക്ക് കഴിഞ്ഞ കാലങ്ങളിൽ സമർത്ഥമായി, വളരെ മികവോടെ, സാമർഥ്യത്തോടെ മീനെ പിടിച്ച അനുഭവങ്ങൾ, രീതികൾ, അതിൻ്റെ തന്ത്രങ്ങൾ, സ്ട്രാറ്റജീസ്, അത് പ്രയോഗിക്കാൻ സാധ്യമല്ല.
ആ അനുഭവത്തിൻ്റെ വലിപ്പം കൊണ്ടോ മാഹാത്മ്യം കൊണ്ടോ ഈ മേഖലയിൽ പ്രവർത്തിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് നിങ്ങൾ ഇതുവരെ പഠിച്ചത് മുഴുവൻ ഒന്ന് മറന്നേച്ച് ഒന്ന് പുതിയതായി ആരംഭിക്കണം. അതുകൊണ്ടാണ് യേശു പറയുന്നത്, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ നിങ്ങൾ സ്വർഗ്ഗരാജ്യം കാണുകയില്ല. ഇങ്ങനെയുള്ളൊരു പുതിയ അനുഭവത്തിലേക്ക് പ്രവേശിക്കണമോ വേണ്ടയോ എന്ന് നമുക്ക് തീരുമാനിക്കാം. അതുകൊണ്ടാണ് യേശു പറയുന്നത്, വിളിച്ചവർ അനേകർ, പക്ഷേ തിരഞ്ഞെടുക്കപ്പെടുന്നവരോ വളരെ വളരെ ചുരുക്കം. അപ്പോൾ ഒരു കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം 100% വ്യക്തമാണ്. അതായത് ഒരുത്തൻ വിശ്വാസിയാകുന്നത് യേശു വിളിക്കുന്നത് കൊണ്ടും ആ വിളിയുടെ പ്രത്യേകതയിലേക്ക് അനുസരണത്തിൻ്റെ ആത്മാവിൽ പ്രവേശിക്കുന്നത് കൊണ്ടുമാണ്. എന്നാൽ ആ വിളി കേട്ട് ആ പുതിയ അനുഭവത്തിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞിട്ട് പിന്നെയുള്ള ഓരോ അവസരങ്ങളും അത് വ്യക്തിപരമായ തീരുമാനം മാത്രമാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നാം ഇപ്രകാരം തീരുമാനം എടുക്കുമ്പോൾ നാം ഏകരാണ്. ദൈവസന്നിധിയിൽ നാം ഏകരാണ്. മറ്റാരുടെയെങ്കിലും അഭിപ്രായം അറിഞ്ഞോ, അല്ലെങ്കിൽ ലൗകികമായ മർമ്മങ്ങൾ അനുസരിച്ചോ, അവസര ബോധം വെച്ചിട്ടോ, അങ്ങനെ ഒരുത്തൻ ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 57-ാം വാക്യത്തിൽ നാം കാണുന്നുണ്ട്. അവനോടാണ് യേശു പറയുന്നത്, മനുഷ്യപുത്രന് തലചായ്ക്കാൻ ഇടവില്ലെന്ന് പറഞ്ഞപ്പോൾ അവനോട് രക്ഷപ്പെട്ടു. അപ്പോൾ ഇങ്ങനെയുള്ള നാം ചെറുപ്പം മുതലേ പരിശീലിച്ച് നമ്മുടെ താരിപ്പായ, നമ്മുടെ സ്വഭാവമായ, സെക്കൻഡ് നേച്ചറായ ഈ ഒരു കാര്യം കൊണ്ട് നമുക്കിതിൽ പ്രവേശിക്കാൻ സാധ്യമല്ല. എന്ന് മാത്രവുമല്ല, യേശുവിൻ്റെ വിളി എന്ന് പറയുന്നത് ഒരു സഭയുടെ അംഗത്വത്തോടും അതിനോടുള്ള വിധേയത്തോടും ഒരിക്കലും സമമാക്കരുത്. നാം ഇപ്പോൾ ഒരു സഭയുടെ അംഗമാണെന്ന് വിചാരിക്കും. ഇപ്പോൾ ഒരു മാർത്തോമക്കാരനായ, ഒരു CSIക്കാരനായ, ഒരു യാക്കോബക്കാരനായ, ഒരു ഓർത്തഡോക്സ്കാരനായ, ഒരു കത്തോലിക്കനായ, എന്തുമായിക്കൊള്ളട്ടെ, നാം ഓരോ സാഹചര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയാണ്? നാം ഉൾപ്പെട്ടിരിക്കുന്ന കൂട്ടം, അത് തലയെടുപ്പുള്ള ആൾ, പാസ്റ്ററായിരിക്കും, അച്ഛനായിരിക്കും, തിരുമേനിയായിരിക്കും, ആരുമായിക്കൊള്ളട്ടെ, അവർ പറയുന്നത് പോലെയാണ്. അല്ലാതെ നാം ദൈവത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഇതാ ഒരു പുതിയ അവസ്ഥയിലേക്ക് എന്നെ വിളിച്ചിരിക്കുന്നു, അതിൻ്റെ ആ വെളിച്ചത്തിൽ, ഈ പുതിയ വെളിച്ചത്തിൽ ഞാനായിരിക്കുന്ന അവസ്ഥ കാണുമ്പോൾ എന്താണ് എൻ്റെ ചുമതലയായി പൊന്തി വരുന്നത് എന്ന് അന്വേഷിക്കുന്ന ഒരു ആത്മീയ സ്വാതന്ത്ര്യം ഒരു സഭയിലും അതിൻ്റെ കണിക പോലും നിങ്ങൾക്ക് കാണാൻ സാധ്യമല്ല. ഞാൻ വീണ്ടും നിങ്ങളെ എൻ്റെ അനുഭവത്തിലേക്ക് ഒന്നുകൂടെ ക്ഷണിക്കുകയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഉടനെ ഇത് ഉപസംഹരിക്കുന്നതായിരിക്കും. ഞാൻ അനുഭവിച്ച പ്രതിസന്ധികൾ, കോളേജിൻ്റെ പ്രിൻസിപ്പലായിരുന്നപ്പോൾ അവിടെ പാവപ്പെട്ടവർക്ക് നീതി ലഭിക്കണമെന്ന്, ഈ രാജ്യത്തിൻ്റെ നിയമമനുസരിച്ച് ന്യൂനപക്ഷങ്ങൾക്ക് അവകാശമുണ്ടാകണമെന്ന് വിചാരിച്ച് ചില പോളിസിപരമായ തീരുമാനങ്ങൾ എടുത്തപ്പോൾ ഉണ്ടായ കൊടുങ്കാറ്റുകൾ, അത് സംബന്ധമായ ഓരോ ദിവസവും ഉണ്ടാകുന്ന പ്രതിസന്ധികൾ, ഇത് ഞാൻ അഭിമുഖീകരിക്കുമ്പോൾ ഞാൻ ഏകനാണ്. അത് പരാതിയായിട്ടല്ല പറയുന്നത്, അതൊരു വലിയ ശക്തിയാണ്. ഞാൻ ഏകനാണ്. എൻ്റെ സഭ കൊണ്ടോ, എൻ്റെ സുഹൃത്ത് വലയങ്ങൾ കൊണ്ടോ, എൻ്റെ കുടുംബം കൊണ്ടോ എനിക്കൊരു പ്രയോജനവുമില്ല. ആർക്കും എന്നെ സഹായിക്കാൻ കഴിയുകയില്ല. പ്രിയമുള്ളവരെ, നാം യഥാർത്ഥത്തിൽ ദൈവഹിതം അനുസരിച്ചാണ് മുൻപോട്ട് പോകുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവെന്താണെന്നറിയാമോ? അതുമൂലം നാം ചെന്നെത്തുന്ന ഘട്ടങ്ങളിൽ നമ്മെ സഹായിക്കുവാൻ ഈ ലോകത്തിൻ്റെ ഒരു വ്യക്തിക്കും ഒരു ശക്തിക്കും സാധ്യമല്ല എന്നത് തന്നെയാണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കും? നാം ദൈവത്തെ മാത്രം ആശ്രയിക്കും, മറ്റൊന്നും ആശ്രയിക്കാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്, മനുഷ്യന് ഈ ലോകത്തിൽ വേറെ എന്തിനെയെങ്കിലും ആശ്രയിക്കാൻ സാധിക്കുമെങ്കിൽ ആ ദൈവത്തെ ആശ്രയിക്കുകയില്ല. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യൻ്റെ സ്വഭാവം അങ്ങനെയാണ്. മനുഷ്യന് ഈ ലോകത്തിൽ മറ്റ് എന്തിനെയെങ്കിലും ഒരു 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 കാട്ടുമൃഗത്തെ ആശ്രയിക്കാൻ ഒക്കുമെങ്കിൽ അവൻ അതിനെ ആശ്രയിക്കും, ദൈവത്തെ ആശ്രയിക്കുകയില്ല. മറ്റെല്ലാ സാധ്യതകളും അപ്രത്യക്ഷമാകുമ്പോൾ
ഒരത്താണി ഇല്ലാതെ വരുമ്പോൾ ആ അവസരത്തിൽ മാത്രമേ നാം ദൈവത്തെ ഓർമ്മിക്കുക പോലുമുള്ളൂ. പിന്നാണല്ലോ ആശ്രയിക്കുന്നത്. അപ്പോൾ നാം ദൈവവേലയാണ് ചെയ്യുന്നത് എങ്കിൽ ആ ഒരു പ്രതിഷ്ഠയിൽ കൂടെ, ആ ഒരു അച്ചടക്കത്തിൽ കൂടെ നാം മുൻപോട്ട് പോകുമ്പോൾ നാം അനുദിനം അനുഭവിക്കുന്നത് ഭൗതികമായ മർമ്മങ്ങൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു വിധത്തിലല്ല. മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ട് കൈകാര്യം ചെയ്യാവുന്ന സാഹചര്യങ്ങളുമല്ല നാം അഭിമുഖീകരിക്കുന്നത്. എൻ്റെ അനുഭവം അങ്ങനെയാണ്. ഞാനത് അനുഭവത്തിൽ നിന്ന് പഠിച്ചാണ് നിങ്ങളോട് പറയുന്നത്. ആ ഓരോ ഘട്ടത്തിലും അയ്യോ, എന്നെ ആരും കരുതിയില്ലല്ലോ, എനിക്കാരും ഉപദേശിക്കാനില്ലല്ലോ, എൻ്റെ സഭ മഷിയിട്ട് നോക്കിയാൽ കാണാനില്ലല്ലോ എന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മഹനീയമായൊരു ഘട്ടമായിരുന്നു. ആരെങ്കിലും എന്നോട് ചോദിക്കുകയാണ്, നിൻ്റെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥ ഏതാണെന്ന് ചോദിച്ചാൽ, ഈ 9 വർഷം ഞാൻ കോളേജിൻ്റെ ചുമതല വഹിച്ച സാഹചര്യങ്ങളിലുണ്ടായ അവിസ്മരണീയമായ അതുല്യമായ അനുഭവങ്ങളാണ്. അതിൻ്റെ ഓരോ കണികയിലും ഞാൻ ഏകനായിരുന്നു. പക്ഷേ ഞാൻ ഏകനല്ലായിരുന്നു. എനിക്ക് വ്യക്തമായ, ഇത് പറയുമ്പോൾ പലർക്കും ചിരി വരും, എനിക്കറിയാം. അങ്ങനെ ഈ അവസ്ഥയിലായിരിക്കുന്നവർക്ക് മാത്രമേ അത് മനസ്സിലാകത്തുള്ളൂ. ഈ ഓരോ അവസ്ഥയിലും കൃത്യമായ നിർദ്ദേശങ്ങൾ. ഞാൻ എൻ്റെ അനുഭവ കുറിപ്പ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് വായിച്ച എൻ്റെ കൂടെ കോളേജിൽ പഠിച്ച ജോർജ് ബെഹനാൻ എന്ന വ്യക്തി അത് വായിച്ച ശേഷം എന്നോട് പറഞ്ഞു, ഞാനിത് വായിച്ചപ്പോൾ, ഈ ഓരോ സംഭവം വായിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു, ഇപ്പോൾ ഇയാൾ വീണുപോകും, ഇപ്പോൾ ഇയാൾ വീണ് തരിപ്പണമാകും. അങ്ങനെ പേടിച്ച് വിറച്ചാണ് ഞാൻ ആ പുസ്തകം വായിച്ചത്. എൻ്റെ ഒരു കസിൻ തിരുവനന്തപുരത്തുണ്ട്. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഈ പുസ്തകം ഞാൻ വാങ്ങിച്ചിട്ട് എൻ്റെ വീട്ടിൽ വെച്ചിരിക്കുകയാണ്. ഞാൻ ആദ്യത്തെ 10-50 പേജുകൾ വായിച്ച ശേഷം എനിക്ക് മുൻപോട്ട് വായിക്കാൻ കഴിഞ്ഞില്ല, ഞാൻ കരയുകയായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ അനുഭവമോ, എൻ്റെ ഹൃദയം മുഴുവനും, എൻ്റെ വ്യക്തിത്വം മുഴുവനും സന്തോഷം കൊണ്ട് നിറഞ്ഞു തുളുമ്പുന്ന അനുഭവങ്ങളായിരുന്നു. അത് അതുല്യമായ ഒരവസ്ഥയാണ്. പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുകയില്ല, വിശ്വസിക്കാൻ സാധ്യവുമല്ല. അനുഭവിച്ചെങ്കിൽ മാത്രം മനസ്സിലാകാവുന്ന, യാതൊരു വിധത്തിലും നമുക്ക് മറ്റൊരു മാർഗത്തിൽ കൂടെ ജനങ്ങളെ മനസ്സിലാക്കാൻ കഴിയാവുന്ന അവസ്ഥയല്ലത്. അപ്പോൾ അങ്ങനെയുള്ളൊരവസ്ഥയിലേക്ക് നമുക്ക് കടന്നു പോകേണ്ട എന്തുകൊണ്ട്, അതുകൂടെ പറഞ്ഞിട്ട് നിർത്താൻ പോകുകയാണ്. ഈ ഒരു തീച്ചൂളയിൽ കൂടെ നടക്കുമ്പോൾ മാത്രമേ നമ്മുടെ വ്യക്തിത്വം യഥാർത്ഥത്തിൽ രൂപീകരിക്കപ്പെടുകയുള്ളൂ. നാം യഥാർത്ഥത്തിൽ വ്യക്തികളാകണമെങ്കിൽ ഈ ഒരു പ്രോസസ്സിൽ കൂടെ, ഈ ഒരു പ്രക്രിയയിൽ കൂടെ കടന്നു പോകണം. അല്ലെങ്കിൽ നാം വെറും നിഴലുകളായി, 1000 നിഴലുകളുടെ കൂട്ടമാണ് ഒരു സഭ. അപ്രകാരം നാം കടന്നു പോകും. യഥാർത്ഥത്തിൽ നമ്മുടെ വ്യക്തിത്വത്തിൽ ദൈവികമായ വെളിച്ചം, ദൈവികമായ ഊർജം നിറയണമെങ്കിൽ ഇങ്ങനെയുള്ള അനുഭവങ്ങളിൽ കൂടെ കടന്നുപോയാൽ മാത്രമേ സാധിക്കൂ. അതുകൊണ്ട് യേശു നമ്മെ വിളിക്കുന്നത് ചില ആനുകൂല്യങ്ങൾ നൽകാനല്ല, ആധികാരികമായ വ്യക്തിത്വം പ്രാപിക്കാനാണ്. അത് പ്രാപിക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം, നേട്ടം ഈ ലോകത്തിൽ സാധ്യമല്ല എന്നതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള സാക്ഷ്യം. പക്ഷേ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ പ്രാപിപ്പാൻ സഭയുടെ കോമ്പൗണ്ടിൽ മാത്രം കഴിയുന്ന ആൾക്ക് സാധ്യമല്ല. കാരണം ദൈവത്തെ കലവറയില്ലാതെ അനുസരിക്കേണ്ട ആവശ്യം ആ അവസ്ഥയിലില്ല. സഭാജീവിതം എങ്ങനെയാണ് രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത്? പണ്ട് തൊട്ടേയുള്ള താരിപ്പുകളുടെ ആകെത്തുകയാണ് സഭ. അവിടെ പുതുതായിട്ട് എന്തുണ്ടാകുമെന്നാണ് പറയുന്നത്. അവിടെ ദൈവത്തെ അനുസരിക്കേണ്ട എന്താവശ്യമുണ്ടെന്നാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്. അവിടെ അച്ഛനെ അനുസരിക്കണം, മെത്രാനെ വണങ്ങണം, കൈമുത്തണം, പിന്നെ കൈമടക്ക് കൊടുക്കണം എന്നതിനപ്പുറത്ത് എന്തുണ്ടെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? ഞാനീ പറയുന്നത് വലിയ ദുഃഖത്തോടെയാണ് പറയുന്നത്. ഇങ്ങനെ വർഷങ്ങളായി, ദശകങ്ങളായി സഭയുടെ ഈ പ്രക്രിയയിൽ മാത്രം പരിമിതപ്പെട്ട് കഴിഞ്ഞുകൂടുന്ന ആളുകളുടെ വ്യക്തിത്വത്തിൽ സ്ഥിതി ചെയ്യുന്ന പട്ടിണി, ദാരിദ്ര്യം, പാപ്പരത്വം, അത് നന്നെ ദുഃഖിപ്പിക്കുന്നുണ്ട്.
ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വം, മനുഷ്യൻ്റെ അന്തസ്സ് ആരാധനാ മനോഭാവത്തോടെ വീക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. മനുഷ്യനാണ് അത്ഭുതം. എന്നാൽ അതുപോലെ വളരുവാൻ നമുക്ക് കഴിയണം. യേശു എന്തുകൊണ്ട് വന്നു? നീ ഒരു മനുഷ്യനാണെങ്കിൽ, നീ ഒരു മനുഷ്യ ജീവിയാണെങ്കിൽ, സ്ത്രീ ആയിക്കൊള്ളട്ടെ പുരുഷനായിക്കൊള്ളട്ടെ, യാതൊരു വ്യത്യാസവുമില്ല, ഇങ്ങനെ ആയിരിക്കണം. ഇതാണ് വ്യക്തിത്വം. യേശു നമ്മെ കൈപിടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ വന്നതല്ല. മനുഷ്യരായാൽ നാം എങ്ങനെ ആയിരിക്കണമെന്ന് ആധികാരികമായി അറിയിക്കാൻ വന്നവനാണ് യേശു. അതുകൊണ്ടാണ് ഞാൻ അവനെ എൻ്റെ രക്ഷകനായി സ്വീകരിക്കുന്നത്, ഞാൻ ആരാധിക്കുന്നത്. അതുകൊണ്ട് യേശു നമ്മെ വിളിക്കുന്നു. പക്ഷേ ആ അവസ്ഥ എന്താണെന്ന് തിരിച്ചറിയുവാൻ ദയവായി കൂട്ടാക്കണമേ എന്ന ഏക അഭ്യർത്ഥന സവിനയം ഒന്നുകൂടെ നിങ്ങളുമായി ആവർത്തിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഏവർക്കും നമസ്കാരം.